വിശന്നിട്ടിരിക്കാനും പ്രൊഫസറൊന്ന് വിളിച്ചായിരുന്നു ഈ കാര്യങ്ങളെല്ലാം തുറന്ന് പറയായിരുന്നു. അവനാണ് ഇപ്പൊ കൂടുതൽ എല്ലാം മനസമ്മതമായിട്ട് തുറന്ന് പറയാണ്ട് പുല്ല് വിശക്കുന്നുണ്ട്. മുടിഞ്ഞ വെള്ളമടിക്കാരനാന്ന് തോന്നുന്നു, കൈയൊക്കെ വിറയ്ക്കുന്നു. ഓ, ഇതങ്ങനെ കാണിച്ചിട്ട് പരിഹരിക്കാൻ വേണ്ടി ആയിരിക്കും. നീ എന്താ കാലം വിളിക്കാത്ത മനുഷ്യരുടെ പൊറുതി മുട്ടി ഇരിക്കുമ്പോഴാ. എന്താ മോനിസേ വിശക്കുന്നോ? ഒരു ഷവർമ പോയി കഴിച്ചാലോ? ഓ, കാലം വന്നു. ഇവനെക്കൊണ്ട് നല്ല സൊമാറ്റോ കൊണ്ടായിരുന്നു. ഞാൻ കാലിനോ ശരിക്കും ആൾക്ക് എന്തോ പട്ടാന്ന്. ഉച്ചയായിട്ടോ, ഉച്ച. അതിനിപ്പോ എന്താ വേണം? ഒരു കുഴിമന്തി കഴിച്ചാലോ? ഇഞ്ഞോട്ടില്ല, കുഴിമതിയുടെ കുഴിക്കാട്ടിട്ട് മൂടെ കാലം ഇവിടെ ടോക്കണായി എന്നെ വിളിക്കണമെന്ന് വിശന്നിട്ടിരിക്കാനും അതെ, തള്ളിക്കറി അങ്ങോട്ട് കൂടെ സദ്യ വല്ലതും ഉണ്ടോ? ആ, സദ്യ ഉണ്ട്. നിന്റെ അച്ഛന്റെ 16 സദ്യ കൊണ്ട് നിന്നെ കൊണ്ടില്ല. എന്നെ കൊല്ലാൻ പറ്റത്തില്ല, ഞാൻ ചത്തു പോയതാ. ആ സദ്യ എന്താ പറ്റോ? റിലാക്സ് ആകും. തനിക്ക് കുടിക്കാനോ തിന്നാനോ എന്തെങ്കിലും വേണോ? എന്റെ പൊന്നു ഡോക്ടർ, അത് മാറ്റാൻ വേണ്ടിയാണ് ഇങ്ങോട്ട് ഡോക്ടറെ കാണുന്നത്. അപ്പൊ ഡോക്ടർ അത് പറഞ്ഞ തളത്തല്ലേ ഇങ്ങനെ. എന്തോടെ പ്രശ്നം എന്താന്ന് വെച്ചാൽ പറയണോ? നല്ല സൂപ്പർ ഓഫർ ആയിരുന്നു. വല്ല കുടിച്ചിട്ടും കഴിച്ചിട്ടും നല്ല ഐശ്വര്യം എടുത്ത് തുടങ്ങായിരുന്നു. നിന്റെ അച്ഛനടുത്ത് പറയണം. അച്ഛനോട് കാര്യം പറയാം, താൻ എന്നോട് കാര്യം പറയണോ? അയ്യോ, ഡോക്ടറോടല്ല ഡോക്ടറെ. എനിക്ക് കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട്. പൊറുതി മുട്ടിരിക്കും. ഇവിടെ താൻ എന്തോടാ റിലാക്സ് ആയിട്ട് കാര്യം പറയണോ? എന്താന്ന് വെച്ചാൽ പറ. അതല്ല, പണം മേടിച്ച് 12 അതല്ലടോ, തന്റെ പ്രശ്നം എന്താന്ന് വെച്ചാൽ എന്നോട് പറ. ഡോക്ടർ, എന്റെ പ്രശ്നം എന്താന്ന് വെച്ചാ നമുക്കൊരു സമൂസ കൂടെ. സമൂസ കളി നോക്കാൻ ഞാൻ சொல்றேன். എടാ, വല്ലതും തൊണ്ടേ കൂടി ചത്തുകൂടി. ഇത് എന്തുവാടാ? സാധാരണ പിള്ളേരുടെ കയ്യിൽ എപ്പോഴും ഫോണ്. ഇതെന്തോ 2 കയ്യിലും ഫുഡും വെച്ചോണ്ടിരിക്കുന്നു. നിനക്ക് വല്ല ഭ്രാന്താണോടാ? തീറ്റിപ്പണ്ടായ നിന്റെ കുഴപ്പമാണോ നീ പറഞ്ഞത്? അതൊന്ന് ഇറക്കിയിട്ടെങ്കിലും ഒന്ന് പറയാനുള്ള മര്യാദ കാണിക്ക്. വല്ല കൊളസ്ട്രോളും വന്ന് നീ ചത്തു പോത്തേ ഉള്ളു. കഴിക്കുന്നൊന്നും ശരീരത്ത് കാണുന്നില്ലല്ലോ. അപ്ലോഡിങ്ങിന് പക്ഷെ ഡൗൺലോഡിങ് നല്ല സ്പീഡാ. നീ എന്തുകൊണ്ടാകില്ലേ രാപ്പകലുള്ള ഹോട്ടലിൽ മൊത്തം കയറി ഇറങ്ങി ഫുഡ് കഴിക്കുക? അത് എന്നെ വിളിച്ചോണ്ട് ഞാനെന്ന് വെച്ചിട്ട് നിന്നെ പോലെ ഇങ്ങനെ ഭാര്യ വിളിച്ച് കഴിച്ചോണ്ടിരിക്കുന്ന ഒരു വ്യക്തിയല്ലേ ഞാൻ. എന്റെ ശരീരമൊക്കെ നോക്കി വേണ്ട ആഹാരം വേണ്ട സമയത്ത് കഴിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിയാണ് നീ. എന്നെ ഇവിടെ നശിപ്പിക്കരുത് കേട്ടോ. നീ നശിച്ചു പോത്തതേ ഉള്ളൂ. നീ നശിച്ച് രുചി അറിയാൻ വേണ്ടിയുള്ള പല രുചികൾ അറിയാൻ വേണ്ടിയുള്ള പല ഹോട്ടലിൽ കയറി എന്നാലും നമുക്ക് ജീവിക്കാൻ പറ്റുന്നുള്ളൂ. രുചി അറിയാന്ന് പറഞ്ഞാൽ ഇങ്ങനെ രുചിക്കാൻ പറ്റുമോ? എടാ, നീ എന്തുകൂടാ കാണിക്കുന്നത്? ഉച്ച സമയത്ത് ചോറാണ് കഴിക്കുന്നത്, അല്ല ഇഡലി അല്ല കഴിക്കേണ്ടത്. എടാ, നീ പറഞ്ഞ കൃത്യമായിട്ട് ഉച്ചയ്ക്ക് 2 ചോറേ ഉണ്ടതാണ്. പിന്നെ ഇത് രാവിലെ വേസ്റ്റ് വന്നിട്ടില്ലേ, കളയണ്ടായാലും ഇവിടെ ആരും കഴിക്കത്തില്ലല്ലോ. നമ്മളും കഴിക്കാം. എന്താ? ഓ, ശിവൻ എന്തുവാണ് ഇവൻ ആഹാരത്തിൽ വല്ല കൈവശം കൊടുത്തു? ഇവൻ എന്തുവാ ഇത്? ഈശ്വര, ഇവിടുത്തെ വിത്തില്ലാത്തോണ്ട് രക്ഷപ്പെട്ടു. ഒരു ബിസ്ക്കറ്റെങ്കിലും കഴിക്കാം. ഞാൻ തപ്പി നടക്കുവായിരുന്നു. ഒരു ബിസ്ക്കറ്റ് കുറഞ്ഞു പോയെന്ന്. നിനക്ക് ഇതിനകത്ത് കിടക്കുന്ന ബിസ്ക്കറ്റോ? എനിക്ക് 10 മിനിറ്റ് പിന്നെ ഇവൻ എനിക്കാനുണ്ടായതാണോ തീറ്ററപ്പായിക്കുണ്ടായതാണോ? അയ്യോ, എന്റെ കുഞ്ഞിന് വയ്യായോ? എന്തോ ആവി പിടിക്കണോ മോനെ? മാറിയെ കൊണ്ട് തോറ്റല്ലോ. എന്തുവാടാ ഇത്? ഏത് സമയം ഞാനാണല്ലോ. നിന്റെ വായിക്ക് റെസ്റ്റും ഇല്ലയോ? അങ്കിളെ, എത്ര നാളായി കണ്ടിട്ട്? നീയോ എന്താ പറ്റിയാടാ ഇങ്ങോട്ടേക്ക്? ഈ വഴിയൊക്കെ ഓർമ്മയാണോ നിനക്ക്? അങ്കിളെ, ഇന്ന് അമ്പലത്തിന് ഉത്സവമില്ലേ? അവൻ എന്നെ വിളിച്ചിട്ടുണ്ട്. ഇന്ന് ബിരിയാണിക്കല്ലോ ഒരു തവക്ക് തറക്കണം. കൊള്ള, അവൻ നാളെ രാവിലെ തന്നെ ചെമ്പിന്റെ അകത്ത് കയറിയിരിപ്പുണ്ട് തിന്നാനായിട്ട്. എടാ മന്ദബുദ്ധി, നിന്നെയൊക്കെ വിളിച്ച ആരാ? എന്റെ മോനല്ലയോ? ആ തീറ്റപ്പെട്ടാണ് നിനക്കൊക്കെ എന്തേലും തരുവോ? അവൻ മുഴുവൻ തിന്നടാ. എന്നെ ചതിച്ചാ തെണ്ടി എന്റെ ബിരിയാണി. നിന്നെ മാത്രമല്ല 19 എണ്ണത്തിന് അവൻ വിളിച്ച്. എല്ലാ എണ്ണത്തിനും അവസാനം ഞാൻ എന്റെ പോക്കറ്റിൽ നിന്ന് 100 രൂപ ഇട്ടാ കൊടുത്തത് ബിരിയാണി കഴിക്കാനായിട്ട്. എന്ത് 100 രൂപ? അതെ, ഒരു 10-15 രൂപ വരാനുണ്ട് കേട്ടോ. ഇനിയും അവരെ കൊണ്ട് രീതി തയ്ക്കണം കേട്ടോ. എന്തുവാ? ഒരു 100 രൂപ ബിരിയാണി മേടിക്കണേ. ഓ, വല്ല വാഴയും വെച്ചാ മതിയായിരുന്നു. കൂടുതൽ പിന്നെ എനിക്കെന്താ തന്റെ കൂട്ടാണ് കഥ ഇനിയാണ് ആരംഭിക്കുന്നത്. അച്ഛനോട് പുതിയ ബിസ്ക്കറ്റ് മേടിച്ചേക്കാൻ പറഞ്ഞ കേക്കത്തില്ല. ഹായ് ബോർബോൺ ഡാർക്ക് ഫാന്റസി. എത്ര നാളത്തെ ആഗ്രഹമായിരുന്നു തിന്നണമെന്ന്. നല്ല മണം. അയ്യോ, എന്റെ മോനെ നിനക്ക് എന്താ പറ്റി? നെഞ്ചുവേദന എടുക്കുന്ന
മോനെ നമുക്ക് ആശുപത്രി പോടാ. കൈ പിടിച്ച് വായോട്ട് വെച്ചിരോ ഹോർമോൺ തിന്നാനാ. എടാ ഈ വയ്യാത്ത സമയത്ത് നീ ഇങ്ങനെ പറയാതെ പോ, നമുക്ക് ആശുപത്രി പോടാ. കൊതിയൊലിക്കുന്ന കൊതി. എടാ നിനക്ക് ആശുപത്രി പോയി കഴിഞ്ഞാൽ പിന്നെ ആവശ്യം പോലെ കഴിക്കാനോ. വാടാ നമുക്ക് ആശുപത്രി പോടാ. അയ്യോ എന്റെ മോനെ. അയ്യോ എടി നമ്മുടെ മോൻ വെച്ചുകൊണ്ടായിരുന്നു എന്റെ ചങ്കായിരുന്നു. ആദ്യം എനിക്ക് ഭയങ്കര വിഷമമായിരുന്നു. ഇപ്പൊ ഒരു കളിയോ ഒടുക്കാത്ത കളി. കരിയോ? എന്ത് പറ്റിയോടാ? കാര്യം പറ. ഇത്ര കൂടുതൽ കലിയോ പാട്ടി. നിങ്ങളിതൊന്ന് കേക്ക്. അവനുള്ളപ്പോ എന്ത് രസമായിരുന്നു. അടിച്ചു പൊളിച്ചിരിക്കുന്നു. കുറച്ച് ആഹാരം കഴിക്കുന്നുള്ളൂ. പാവം പിടിച്ചവനായിരുന്നു. അല്ലെങ്കിൽ നല്ലവരെ ദൈവം നേരത്തെ വിളിക്കുമെന്ന്. ഞാൻ ആത്മാവാ, നിനക്ക് മാത്രമേ എന്നെ കാണാൻ പറ്റത്തുള്ളൂ. കുഴപ്പമൊന്നുമില്ല. എന്താ ചെയ്യുമോ? ഇല്ല, ഒന്നും ചെയ്യത്തില്ല, പേടിക്കണ്ട. നീ എന്തിനാ ഇവിടെ നീ മരിച്ചിട്ട് നീ പോയത്? പിന്നെ ഇങ്ങോട്ട് വന്ന് വീട്. ഞാൻ കഴിച്ചോണ്ടിരിക്കുമ്പോഴാണല്ലോ തട്ടിപ്പോയത്. അതുകൊണ്ട് ആത്മസംതൃപ്തി അണയാൻ പറ്റിയില്ല. അതുകൊണ്ട് നീ എനിക്ക് വേണ്ടി കഴിക്കണം. ഞാനോ? എന്നാലേ ആത്മസംതൃപ്തി അടഞ്ഞ് എനിക്ക് തിരിച്ചു പോകാൻ പറ്റത്തുള്ളൂ. എന്നാ വല്ലതും കഴിക്കാം. അയ്യോ എനിക്കിപ്പോ ഇവിടെ ഇപ്പൊ കഴിച്ചതേ ഉള്ളൂ. വാ കഴിക്കാം. വേണ്ട വേണ്ട. എടാ മതിയോ? ഞാൻ സാധാരണ 2 രൂപ ഇപ്പൊ തന്നെ 8 വേണം. എനിക്കിനി വേണ്ടടാ. പറ്റത്തില്ല. എന്റെ ഒരു കണക്ക് 50 ഇഡലിയ. നീ ഒരു 25 കഴിക്കണം. എനിക്ക് എന്റെ വയറ് പൊട്ടി പോകണ വേണ്ടടാ. എന്റെ കൂട്ടുകാരനല്ലേ ഇവിടെ കഷ്ടോട്ടാ. റെസ്റ്റ് എടുക്കുവാണോ? അതെ. വാ അപ്പുറത്ത് ബിരിയാണി പോയി കഴിക്കാം. ഇപ്പഴേ വേണ്ടടാ. വാടാ കഴിക്കണം. വേണ്ട. ഇത് കഴിഞ്ഞിട്ട് വേണം 6 മണിക്ക് മൂളേറ്റിൽ പോയിട്ട് പൊറോട്ട ഇറച്ചിയും കയറ്റാൻ. അത് കഴിഞ്ഞിട്ട് താസയിൽ പോയിട്ട് വേണം നമുക്ക് കുഴിമന്തി കയറ്റാൻ. എല്ലാം ഞാൻ വെൽ പ്ലാൻഡ് ആയിരുന്നു. മോനെ കഴിക്കും. എനിക്ക് വേണ്ട. ഇങ്ങനെ കഴിക്കാൻ പറ്റത്തില്ല. എന്റെ കൂടെ പരലോകത്ത് വരുന്നോ? നല്ല രസമായിരിക്കും. അടിച്ചു പൊളിക്കാൻ അവിടെ പോയാ കഴിക്കുമല്ലേ? അപ്പം എന്താ നേരത്തെ ഉറങ്ങിയ? പേടിക്കണ്ട. എന്താ നേരത്തെ ഉറങ്ങിയ? നാളെ എനിക്ക് ഇന്റർവ്യൂ ഉള്ളേ. കോഴിക്കോട് പോണ രാവിലെ. കോഴിക്കോട് പാറയുടെ 3 ബിരിയാണി, റഹ്മത്തിൽ 3 ബിരിയാണി, പിന്നെ കുട്ടിച്ചിറ അവിടുന്ന് 3 ബിരിയാണി. എങ്ങനെയുണ്ട്? അങ്ങനെ ഉറങ്ങിയാലോ? പല ബിസ്ക്കറ്റ് ചായ കുടിക്കാം. എനിക്ക് വേണ്ട. എനിക്ക് ഉറങ്ങണം. പരലോകത്ത് പോയി അടിച്ചു പഠിക്കണോ? വേണ്ടെങ്കി അതെ, എന്തുവാ ഇന്റർവ്യൂ പോയിട്ട്? ബിരിയാണി കഴിക്കാൻ പോയിട്ട് ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്യാൻ പറ്റിയില്ലല്ലോ. നിന്നോട് ഞാൻ ഒരു 10,000 വട്ടം പറഞ്ഞോണ്ട് ഇങ്ങനെ വെറുതെ ഇരിക്കുന്ന പോലെ തിന്നോണ്ടിരിക്കണമെന്ന് പറഞ്ഞാൽ മനസ്സിലാവത്തില്ല നിനക്ക്? എനിക്ക് ഇങ്ങനെ കഴിക്കാൻ പറ്റില്ല. നീ എന്നെ വെറുതെ. ഞാൻ നിന്റെ കൂട്ടുകാരൻ്റെ ഇവിടെ കഷ്ടമുള്ളടാ. അതാണ് നിന്റെ ജീവിതത്തിൽ നീ ചെയ്ത ഏറ്റവും വലിയ തെറ്റ്. ഒരു കാര്യം ചെയ്യാം, ഞാനങ്ങ് പോകാം. നിന്റെ ജീവിതം ശല്യമായിട്ട് വരുന്നില്ല. അതിന് പകരം നീ എനിക്ക് പറ്റിയ ഒരാളെ കണ്ടുപിടിച്ച് തരണം. എനിക്ക് ഇതുപോലെ ശല്യം ചെയ്യപ്പെടുന്നവരോട് ഫുഡ് കഴിക്കാൻ പറ്റിയ ഒരാളെ കണ്ടുപിടിച്ച് തരണം. അത് ഞാൻ കണ്ടുപിടിച്ചാ. എന്നാ പോവാ. ഇപ്പൊ തന്റെ കൂടെ ഉണ്ടല്ലേ? ഹായ്. അവിടെ അല്ല, ഇവിടെ ഇവിടോ? ഹായ്. ഒരു പപ്സും വെള്ളം കഴിച്ചില്ല. മിണ്ടാ. നീ ഒന്ന് മിണ്ടാ. എന്റെ വാഹനം ചെയ്ത് മിണ്ടായിരിക്കും. എന്നോടൊന്നാ പുള്ളിയോടോ? ഡോക്ടറിനോടല്ല, ഇവരോടാ. എന്റെ പൊണ്ണി ഡോക്ടറെ, ഈ കാലിന് എന്റെ ശരീരത്തിൽ നിന്ന് എങ്ങനെയെങ്കിലും ഒന്ന് ഒഴിപ്പിക്കും. ഞാൻ കഴിച്ച് മടുത്ത് എനിക്ക് ഇങ്ങനെ ചുമ്മാ ഇരിക്കാൻ പോലും പറ്റില്ല. എന്തിനാ കഴിക്കാൻ തോന്നുന്നു ഡോക്ടറെ? ഞാൻ മരിച്ചു ഡോക്ടറെ. എനിക്ക് കഴിച്ച് ഒരു മിനിറ്റ് ചെക്ക് ചെയ്തിട്ട് ഞാൻ പറയാം. നോക്ക്. അതെ, നല്ലൊരാളെ കിട്ടി ഞാൻ പോകത്തില്ല കേട്ടോ. ആ പോപ്പഴോട് ഞാൻ പോകത്തില്ല. ലൈഫ് ലോങ് ഇങ്ങനെ കൊടുക്കുന്ന ചൂടത്തിന് കാണും. എടോ, ഇതിന്റെ പേരുണ്ടല്ലോ, ആത്മാവോളിയ തീറ്റ സിൻഡ്രോം എന്നാണ്. ആണോ? എന്ന് വെച്ചാൽ മലയാളത്തിൽ ഞാൻ തിന്നാൻ പറ്റാതെ ആത്മസംതൃപ്തി ഇല്ലാതെ ചത്തുപോയവൻ. കറക്റ്റാ പറഞ്ഞു കേട്ടോ. നോട്ടത്തെ പോയി ഇത്ര നാൾ നിനക്ക് മനസ്സിലായി, പക്ഷെ പൊട്ടന് മനസ്സിലായി. കോട്ടനോ കൂട്ടുകാരനെന്താ പറഞ്ഞേ? സാറ് ഒരു കില്ലാടിയാണ്. ആണോ? ടാങ്ക് ഞാൻ കൊടുത്തോളാം. ഇവനെ ഞാൻ ഒഴിപ്പിച്ചു തരാം. തനിക്ക് പാലക്കാട് വരെ ഒന്ന് പോകാൻ പറ്റുമോ? പാലക്കാടല്ല, എവിടെ വേണേലും പോകും. എന്തിനാ പാലക്കാട് പോകുന്നത്? കാണിച്ചു തരാം. ഇതൊന്നും വേണ്ട, ശരിക്കും അച്ചാർ മാത്രം മതി നമുക്ക് ചോറിന്. കാറ് സൂപ്പർ. എങ്ങനെയുണ്ട്?